ഭാഷയുടെ ലാളിത്യമാണ് സാഹിത്യത്തിൻ്റെ കരുത്തെന്നും ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറയുന്നത് പോലെ അത്ര സുതാര്യവും സൂക്ഷ്മവും ലളിതവുമായി വളരെ പെട്ടെന്ന് മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്നതാകണം കലയും സാഹിത്യവുമെന്നും അപ്പോൾ ഏതൊരു കലയും സാഹിത്യവും സുന്ദരമാകുമെന്നും PS സുബാൽ MLA അഭിപ്രായപ്പെട്ടു. പുനലൂർ ജനകീയ കവിതാവേദിയും കുരുവിക്കോണം വിജ്ഞാനദായിനി വായനശാലയും ചേർന്ന് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ സമയത്തെല്ലാം കലാസാംസ്കാരിക അപ്പോൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയം അടയാളപ്പെടുത്തുക കൂടിയാണ് ടീച്ചർ ആ ഗാന്ധിസം എന്നുള്ള ആ ഒരു കവിതയിലൂടെ ടീച്ചർ പ്രകടിപ്പിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ലോക രാഷ്ട്രീയം, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. ഇന്ന് ഗാന്ധി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, പ്രസ്ഥാനങ്ങൾ ഒക്കെ പങ്കെടുക്കുമ്പോഴും വ്യക്തമായ ഒരു ദിശാബോധത്തോടെ എല്ലാ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാവരെയും ഒരു ചരടിൽ കോർത്ത് ഇണക്കിക്കൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ജനങ്ങളെ സമീപിച്ച് ജനങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന തരത്തിൽ പ്രഭാഷണങ്ങൾ നടത്തി ഇന്ത്യൻ ജനങ്ങളെ മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിയ നേതാവായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധി. അദ്ദേഹത്തെ തമസ്കരിക്കാനാണ് ഇന്നത്തെ പലരും ശ്രമിക്കുന്നത്. അവരാണ് ഗാന്ധിയുടെ സ്ഥാനത്ത് മറ്റ് പലരെയും പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്. അവരാണ് ഫാസിസത്തിന് നേതൃത്വം നൽകുവാൻ പരിശ്രമിക്കുന്നു. പക്ഷേ ഗാന്ധിയുടെ സ്ഥാനത്ത് മറ്റേത് ആളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാലും അത് വൃഥായുള്ള പ്രവർത്തനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. അതാണ് രാജ്യത്ത് ഇപ്പോൾ ആനുകാലികമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളേറെ ഭയപ്പെട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ രാജ്യം ഒരു വലിയ തിരിച്ചുവരവാണ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയം. അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ കരുത്താണ്, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ കരുത്താണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ കരുത്താണ്. ഒരു മതേതര ജനാധിപത്യ രാജ്യം എപ്പോഴും നിലനിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങളുടെ സമീപനമാണ് അല്ലെങ്കിൽ കരുത്താണ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ബോധത്തിന്റെ നിലനിൽപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചടങ്ങിൽ അജിത അശോകിൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം മുൻ മന്ത്രി അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. ഡോക്ടർ ഷെർലി ശങ്കർ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഔദ്യോഗികമായും അല്ലാതെയും ഒക്കെ സംസാരിക്കാനും മറ്റും ഇടവന്നു. ഏത് മേഖലയിലും ആത്മാർത്ഥത, സത്യസന്ധത, അതാണ് എനിക്ക് അനിതയുടെ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി കഴിയും. എനിക്ക് തോന്നുന്നു റിട്ടയർമെന്റിന് ശേഷം കൂടുതൽ ഇപ്പോൾ ഈ സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ചും കവിതകൾ എഴുതിക്കുന്ന രംഗത്ത് അവിടെയും പ്രത്യേകിച്ച് പുസ്തകം വായിച്ചപ്പോൾ പുസ്തകത്തിലെ കവിതകൾ 32 പേരുള്ള കവിതയും, അതായത് തലക്കെട്ടുള്ള കവിതയും പിന്നെ തലക്കെട്ടില്ലാത്ത കുറച്ച് വരികളും അടങ്ങുന്നതായിട്ടുള്ള ഈ ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ഇത് 32 കവിതകൾ ചേർന്നതും പേരില്ലാത്ത കുറച്ച് കവിതാ സങ്കലങ്ങൾ ചേർന്നതുമായിട്ടുള്ള പുസ്തകമാണ്. നല്ല ലേഔട്ട്, കവറ്, നല്ല പ്രിന്റ്, ബാബുവിന്റെ സാധനമാണല്ലേ പകരം മൊത്തത്തിൽ ആകെ കൂടെ എൻ്റെ അഭിപ്രായത്തിൽ 8ലും 10ലും അതുപോലെ തന്നെ ഉള്ളടക്കത്തിലുമെല്ലാം വളരെ നിലവാരം പുലർത്തുന്ന ഒരു സാഹിത്യ സൃഷ്ടിയാണ് ഈ ഹൃദയരാഗങ്ങൾ എന്നാണ് അതുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. കവിതകളെ സംബന്ധിച്ചെല്ലാം വിലയിരുത്തിക്കൊണ്ടിവിടെ സംസാരിക്കും. പ്രതീക്ഷാറിനെ കൂടിക്കൊണ്ടും അവരുടെ സംസാരിക്കും. എന്റെ വിലയിരുത്തൽ വിലപിടിപ്പുള്ള വിലയിരുത്തൽ ആകത്തില്ല.
ഈ യഥാർത്ഥത്തിൽ ഇതിന് മുമ്പ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പുസ്തകമാണ് ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതകളുടെ സമാഹാരം. സത്യത്തിൽ വായിക്കുമ്പോൾ ഒരു സുദീർഘമായ ഒരു കവിത എഴുത്തുകാരിയുടെ എല്ലാ ശൈലിയും മറ്റും എനിക്ക് ഈ കവിതകൾ വായിച്ചു തോന്നുന്നു. ഒരു തുടക്കക്കാരിയായിട്ടല്ല, മറിച്ച് നിരവധിയായിട്ടുള്ള വളരെ ആഴത്തിൽ പരപ്പിലുള്ള തൻ്റെ ഭാവനകൾ പുറത്തിറക്കിക്കൊണ്ട് നല്ല നിലവാരമുള്ള നല്ല വാക്കുകൾ, എന്നാൽ ലളിതമായ പദങ്ങൾ ഒക്കെ തുന്നിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഉള്ളതാണ് നമ്മുടെ കവയത്തിലൂടെ കവിതകൾ എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ ലളിതമായ ചെറിയ കവിതകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. എൻ്റെ എല്ലാവരും പ്രത്യേക കവയത്തിലൂടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അതുപോലെ തന്നെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുരോഗമന ആശയ ചിന്താഗതികൾ, അതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ എല്ലാ കവിതകളിലും ഈ കവിതകളിലും എല്ലാം തന്നെ കാണാൻ വേണ്ടി കഴിയും. ജനകീയ കവിതാവേദി പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി വാസുദേവൻ പുസ്തകം പരിചയപ്പെടുത്തി. തുടർന്ന് ഡോക്ടർ ഷെർലി ശങ്കറെ ചടങ്ങിൽ ആദരിച്ചു. പ്രദീപ് കണ്ണങ്കോട്, സന്തോഷ് ജി നാഥ്, ഡാനിയൽ ജോൺ, ബീന സജീവ്, CR ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാജൻ താന്നിക്കൽ സ്വാഗതവും TK അശോകൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന കാവ്യസംവാദം സിന്ധു ദേവശ്രീ ഉദ്ഘാടനം ചെയ്തു. AJ ഉഷാകുമാരി, ആശ അഭിലാഷ്, രഹന കൃഷ്ണൻ, ദ്വരേസ്വാമി, അഞ്ചൽ ദേവരാജൻ, ചേത്തടി ശശി, രഘുനാഥ് കുരുവിക്കോണം, ദിനേശൻ പേപ്രമിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.